റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് മലയാള സിനിമയിലും സീരിയലിലും ഒക്കെ നിറ സാന്നിധ്യമായ ഒരു അഭിനേത്രിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചേച്ചി ശ്രീലത ചേച്ചി. സോ ലെറ്റ്സ് വെൽക്കം ശ്രീലത നമ്പൂതിരി. നമസ്കാരം ചേച്ചി. അപ്പോൾ വീണ്ടും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേച്ചി ഒരു നല്ല അഭിനേത്രിയാണ്, പാട്ടൊക്കെ നന്നായിട്ട് പാടും, പാട്ടുകാരിയാണ് ഇപ്പോഴും. അതിന്റെ കൂടെയൊക്കെ ചേച്ചിയുടെ ഉള്ളിലുള്ള ഒരു കലയാണ് അനുകരണം, അല്ലേ? ഷീലാമ്മയെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും, അല്ലേ? അതെ, പണ്ട് മുതലേ കൂടെ അഭിനയിക്കുമ്പോ മുതലേ ഉള്ളതായിരുന്നു, അതെയോ പെട്ടെന്ന് ഇപ്പൊ അടുത്തിടെ തുടങ്ങിയതാണോ ആ ഒരു അനുകരണം? പണ്ട് മുതലേ ഇല്ല. ഇല്ല. നമ്മൾ പിന്നെ ഇപ്പൊ വീട്ടിലിരുന്ന് ഓരോ പഴയ സിനിമകൾ ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയതാ ഒരിക്കലും. അപ്പൊ അത് ശരിയായി, കറക്റ്റ് ആണ്. പിന്നെ എന്താന്ന് വെച്ചാല് അവരുടെ ആ ഒരു ശബ്ദം നമ്മൾ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പം അതുകൊണ്ടാണ് അവരെ കൂടുതൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവര് പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ ഷീലാമ്മയുടെ ഒരു ഏതെങ്കിലും ഒരു ഡയലോഗോ അല്ലെങ്കിൽ ചേച്ചിക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ഷീലാമ്മയുടെ വോയിസിൽ. ഞാന് ഇപ്പം മനസ്സിനക്കരെ സിനിമയാണ് ഇപ്പൊ കുറെ പേർക്ക് അറിയാവുന്നത്. അതിലുള്ള ഇങ്ങനെ ഈ ജയറാമും ഇവരുമായിട്ട് കുറെ സീൻസ് ഉണ്ട്. ഒരു പള്ളിയുടെ മുമ്പിലൊക്കെ കൊണ്ടു നിർത്തിട്ട് ഇങ്ങനെ സംസാരിപ്പിക്കുക. അറിയാവോ ത്രേസ്യ കൊച്ചിൻ പള്ളി അറിയാമോ? അപ്പം അവരിങ്ങനെ പറയും, ഇത് ഞങ്ങളുടെ പള്ളിയാ, ഈ പള്ളിയിൽ വെച്ചാ എന്നെ മാമോദീസ മുക്കിയതും എൻ്റെ ആദ്യ കുർബാന കൈക്കൊണ്ടതും 52 വർഷങ്ങൾക്ക് മുൻപ് ഇതാ ഈ പടിക്കെട്ടിൽ വെച്ചാ മാത്തുക്കുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പിന്നെ വേറെ ഒരെണ്ണം ഈ പിന്നെ ശ്വാസകോശം. ശ്വാസകോശം അത് ഷീലാമ്മ പറയുന്നത് പോലെ ഞാനൊരു സ്റ്റേജില് ചെയ്തു, അല്ലേ? ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് കേൾക്കാം. ഷീലാമ്മ ആ ഒരു പ്രസന്റേഷൻ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന കറ ഏകദേശം ഇത്രത്തോളമായിരിക്കും. അത് നിങ്ങളെ ഒരു രോഗിയാക്കും, ഒരു വലിയ രോഗി. ഈ ഷീലാമ്മയുടെ മുന്നേ ചെയ്തിട്ടുണ്ടോ? ചെയ്തു. അത് ശരി. ഇപ്പൊ ഷീലാമ്മയുടെ നമ്മൾ 2 ഇത് കേട്ടു. വേറെ ആരെങ്കിലും ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഒരുപാട് കോമഡി ഇതൊക്കെ കാണി, സുരാജിന്റെ ഒക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നോക്കിയിട്ടിരുന്നപ്പോ സുരാജ് ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ ഇങ്ങനെ അനുകരിക്കുന്നു. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ സുരാജ് കാണിക്കുന്നുണ്ടപ്പോ ഞാനും ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. അതായത് എവിടെയോ ഒരു സ്ഥലത്ത് ഇദ്ദേഹം പ്രസംഗിക്കുന്നതാ. അതാണ് കാണിക്കുന്നത്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ. എനിക്ക് ഈ മനസ്സിലാവാത്തത് ഒരു ജാതി എന്തുവന്നാ. ഞാൻ നേരെ ചങ്ങനാശ്ശേരി പോയി സുകുമാരച്ചേട്ടനുമായിട്ട് ആലോചിച്ച് ഒരു യോഗം കൂടിയിട്ട് വേണം ഞാനൊരു ഇനി ആരുടെങ്കിലും വോയിസ് ഉണ്ടോ മനസ്സിൽ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് KR ഗൗരിയമ്മ. എന്റെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പേരാ. അവരെങ്ങനെ വെച്ചാൽ ഭയങ്കര ബോൾഡാണ്, എല്ലാം പടപടം തുറന്നങ്ങ് പറയും. അപ്പൊ ഇങ്ങനെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുകയാണ്, ഗൗരിയമ്മയുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പുള്ളിക്കാരി പറയാം, ഞാൻ അങ്ങനെ ആരെയും ഇതുവരെ പ്രേമിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് മീറ്റിങ്ങിന് ഇങ്ങനെ ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. അയാൾ എന്നോട് ചോദിച്ചു അവക്ക് കെട്ടിയാൽ എന്താണ്. ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ പാർട്ടി പറഞ്ഞു അനുസരിക്കാൻ, അങ്ങനെയാണ് ഞങ്ങൾ അങ്ങ് അനുസരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ ഗൗരിയമ്മ ഒരു മുഖ്യമന്ത്രിയായി കാണാൻ ഒരുപാട് പേർ താല്പര്യമില്ല. സത്യമായിട്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൗരിയമ്മ എന്തുകൊണ്ടൊരു മുഖ്യമന്ത്രി ആയില്ല? ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്നു. ഞാനെല്ലാം അങ്ങ് തുറന്നു പറയുന്നു. അത് ആ നമ്പൂതിരിക്ക് എന്നെ ഇഷ്ടമല്ല. അയാൾ കാരണമാണ് എനിക്ക് ആ ചാൻസ് ഇല്ലാതായത്. അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി ആവാതിരുന്നത്. ഇനി നമുക്ക് അതായത് ചേച്ചിയുടെ വിവാഹ ജീവിതം ഏത് പ്രായത്തിലായിരുന്നു കല്യാണം? അതൊരു 27-28 ആ സമയത്തായിരുന്നു. അത് ഭയങ്കര ഒരു, അതായത് ചേച്ചിയുടെ പല പല കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ആ കല്യാണം നടന്നത്, അല്ലേ? അത് എന്തൊക്കെയായിരുന്നു? അദ്ദേഹം ലവ് മാരേജ് ആയിരുന്നോ? അല്ല. അതെന്താ സംഭവിച്ചാലേ പേടിയായിരുന്നു, വിവാഹം കഴിക്കാൻ പേടിയായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ശ്രീവിദ്യയുടെ ഒക്കെ ആ ഒരു ജീവിതമൊക്കെ നമ്മളെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ഭയങ്കര ഭയമായിരുന്നു. ഞാൻ ആലോചിച്ചു, വേണ്ട, കല്യാണമൊന്നും വേണ്ട. അങ്ങനെ ഞാനും അദ്ദേഹം ഇവിടെ ആയുർവേദ കോളേജിൽ MDക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. അങ്ങനെ പുള്ളിക്ക് സിനിമയുടെ ഒരു കമ്പമുണ്ട്. അപ്പം
ഇവിടെ മെറിലാൻഡ് മുതലാളിയായിട്ട് വലിയ അടുപ്പമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ അഭിനയിച്ചു. അപ്പം ഞാനും അദ്ദേഹം കൂടെ ഒരു സിനിമ അഭിനയിച്ചു. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പം അങ്ങനെ അഭിനയിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പം എൻ്റെ കച്ചേരികളൊക്കെ പിന്നെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഫ്രണ്ടി വന്നിരിക്കും, ഇങ്ങനെ കച്ചേരി ഇങ്ങനെയൊക്കെ കാണിക്കും, അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ വേറെ ജോലിയില്ലേ. അപ്പോൾ എന്നെ പറഞ്ഞ് ഗംഭീരമായിരുന്നു മറ്റേ. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ടിങ്ങിനിടെ പറഞ്ഞു നമുക്കങ്ങ് കിട്ടിയാൽ എന്താന്ന്. അപ്പൊ എനിക്കൊരു തമാശയായിട്ട് തോന്നിയത്, അതെ അതെ ഇതൊക്കെ ഒരു തമാശ, ചുമ്മാ വെറുതെ. ഞാനതങ്ങ് വിട്ടു. പിന്നെ മദ്രാസിലോട്ട് എനിക്ക് മറ്റേ അന്നൊക്കെ മൊബൈലില്ലല്ലോ, ലാൻഡ് ഫോണിൽ വിളിക്കുക ഇവിടെ നിന്നൊക്കെ ആകുമ്പോൾ അടുത്ത് അത് ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ ഇതൊക്കെ. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ അമ്മാവന്മാരൊക്കെ ഗുരുവായൂരും മേശാന്തിമാരും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഇത് അച്ഛനും അമ്മയൊന്നും സമ്മതിക്കത്തില്ല. എന്നാലും പുള്ളി പറയുന്നു പുള്ളി എപ്പോഴത്തെ ഇവിടെ പാസ്സായി കഴിഞ്ഞു, പിന്നെ ഹൗസ് സർജൻസി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലാതെ നമ്മൾ കല്യാണം കഴിച്ചാൽ ഞാൻ വേറെ വീടെടുക്കും, താമസിപ്പിക്കും ഒക്കെ പുള്ളി അങ്ങ് പറയുക. സ്വപ്നമാ. ഇതൊരു ഭയങ്കര ബാധ്യതയായി എനിക്ക്. ഇത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ ഒരുപാട് ആലോചിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേറൊരു കാമുകനുണ്ടെന്നൊക്കെ പറഞ്ഞു. കാമുകൻ എവിടെയാണെന്നോ ഈ കള്ളം പറയുമ്പോൾ തെറ്റിപ്പോകും. ആ പറഞ്ഞു അത് ദുബായിലാണ്. പിന്നെന്താ നിങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേറെ കെട്ടി. ആ കല്യാണം കഴിച്ച ഒരാളെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് തരൂ, ഞാനൊന്ന് എഴുതി ചോദിക്കട്ടെ. നിവൃത്തിയില്ലാതെ ഞാൻ എൻ്റെ ബ്രദറുണ്ട് ദുബായിൽ, അവനോട് ഇവരൊക്കെ പറഞ്ഞ് ഇതുപോലെ അഡ്രസ്സൊക്കെ കൊടുത്തു. ഉടനെ ഞാനതങ്ങ് വിട്ടു. സത്യം പറഞ്ഞാൽ പുള്ളി ഒരു എഴുത്തൊക്കെ കാര്യമായിട്ട് എഴുതി. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ഒരു കല്യാണം കഴിച്ച ഒരാളല്ലേ നിങ്ങൾ, ആശ്രയം വഞ്ചിക്കല്ലേ മറ്റല്ലേ മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ. അപ്പോൾ അവൻ എനിക്ക് എഴുത്ത് അയച്ചത് ഇങ്ങോട്ട്. ഞാൻ ചോദിച്ചു ഇത് ഇങ്ങനെ ഒരു സീരിയസ് ആണല്ലോ സംഭവം. പിന്നെ എനിക്കൊരു സഹതാപം വന്നു. അങ്ങനെ ഒരു സഹതാപം തോന്നി, വലിയ കഷ്ടമാണ്, നമ്മളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ അതിന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, കല്യാണം കഴിക്കുകയാണെങ്കിൽ സിനിമ അഭിനയം ഞാൻ നിർത്തും. ചേച്ചി തീരുമാനം എടുത്തു? കാരണം രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. അദ്ദേഹം പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് കുന്നംകുളത്താണ്, അവിടെയാണ് സ്ഥലം. ഞാൻ മദ്രാസിലും. അതൊരിക്കലും നടക്കൂല. അപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന 1-2 പടങ്ങൾ, ലാസ്റ്റ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടമായിരുന്നു കോളിളക്കം. അപ്പം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഞാൻ പറഞ്ഞു ഇതിനെ നീട്ടിക്കൊണ്ട് പോകാൻ, ഞാനും വീട്ടുകാർ സമ്മതിക്കത്തില്ല. മദ്രാസിൽ വെച്ച് എൻ ശങ്കരൻ നായർ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു, കല്യാണം കഴിച്ചു. അതൊരു അയ്യപ്പൻ കോവിലിൽ കൊണ്ടുവച്ചായിരുന്നു. അങ്ങനെ അപ്പം അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ട് വരത്തില്ലെന്നറിയായിരുന്നു. എൻ്റെ ബന്ധുക്കളൊക്കെ വന്നു. അങ്ങനെ ഒരു നല്ല ഇതിലൊക്കെ സിനിമക്കാരെയൊക്കെ വിളിച്ചു, അങ്ങനെ നടത്തി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുന്നംകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അച്ഛനോട് പോയി വളരെ കൂളായിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു കടക്ക് പുറത്ത് പറയുന്ന പോലെ. സ്വാഭാവികമാണ്. അതെ, അങ്ങനെ കടക്ക് പുറത്തായി. പുള്ളി ആ ഇല്ലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വീടെടുത്ത് വാടകയ്ക്കെടുത്ത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് മോനൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അച്ഛന് വീട്ടിലോട്ട് കയറ്റി. അച്ഛൻ പിന്നെ ട്രിവാൻഡ്രത്ത് ചേട്ടൻ്റെ കൂടെ താമസമായി. ഞങ്ങൾക്ക് അവിടെ വലിയ ഫാക്ടറിയും. അങ്ങനെ 23 വർഷം ഞാനും ആയുർവേദവും കൂടെ കിടന്ന് ജീവിത സാഹചര്യങ്ങളും. അദ്ദേഹം 2005 അങ്ങനെ മരിച്ചുപോയി. പെട്ടെന്ന് അസുഖമൊക്കെ വന്നപ്പോൾ പുള്ളി ഇവിടെ പഠിച്ച കാരണം തിരുവനന്തപുരത്ത് തന്നെ സെറ്റിൽ ചെയ്യണമെന്നായിരുന്നു. ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇവനെ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 10 വർഷം റിസർച്ച് ചെയ്തിരുന്നു മറ്റേ ഈ ഡയബറ്റിക്. അതിന് നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഒരു നല്ല ചേച്ചിക്ക് എപ്പോഴും മനസ്സിൽ ഞാൻ സെലക്ട് ചെയ്ത ആള് അടിപൊളിയായിരുന്നു അല്ലേ? അതെ. അപ്പൊ എന്തായാലും അങ്ങനെ ചേച്ചിയുടെ ഒരു ജീവിതമൊക്കെ ഒരു സിനിമയ്ക്ക് ആക്കാൻ പറ്റിയ ഒരു കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം, ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും അല്ലേ? ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ പെർഫോമർ ആരാണ്, അവരുടെ പെർഫോമൻസ് കാണാനുള്ള ഒരു സമയമാണ് അടുത്തത്. അപ്പൊ നമുക്ക് നോക്കാം ആരാണെന്ന്. ഞാനോന്റെ അളിയന് കൂടി തൊട്ട് വരമ്പേ പോകുമ്പോ തൊട്ടു വരമ്പത്തുണ്ടൊരു ചേനത്തണ്ടൻ. ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സൗഭാഗ്യ ശിവദാസൻ. എൻ്റെ വീട് മാളയിൽ അഷ്ടംച എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാട്ടിക്കരക്കുന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമ്മക്കും പോകണ്ടേ. നാടൻപാട്ട് ഫീൽഡിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ ഓണപ്പരിപാടികൾ എല്ലാ വർഷവും നടത്തി പോരാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് ഞാൻ കയറിയൊരു നാടൻപാട്ട് പാടുന്നത്. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ മണിച്ചേട്ടനെ ഒരു വേദിയിൽ വെച്ച് കണ്ടുമുട്ടി. അന്ന് ഞാൻ തീരെ കുഞ്ഞായിരുന്നു. അന്ന് മണിച്ചേട്ടനാണ് എന്നെ ആദ്യമായിട്ടൊരു സ്റ്റേജിൽ പാട്ട് പാടിപ്പിച്ചത്. പിന്നെ അങ്ങനെ നാടൻപാട്ടുകളോടൊരു വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അടിയൻ്റെ കാവുകളും തൊട്ടടുത്താണേടിയേ വിലയിറക്കമുണ്ട്
രാവിലെ പോണെനിക്ക്. ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഈ പ്രോഗ്രാമിലൊക്കെ പോകുന്നത് കൊണ്ടും ഞാൻ പാട്ട് പാടുന്നത് കൊണ്ടൊക്കെ അവർക്ക് വളരെ സന്തോഷമാണ്. പിന്നെ വീട്ടിൽ അച്ഛൻ, അനിയത്തി, ചേച്ചി എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നതിനും പോകുന്നതിനും എല്ലാം. കാര്യം നടക്കാൻ നാട്ടാര് തൂക്കിക്കൊള്ളാൻ മൈസ്ട്രേറ്റ് അന്നെ നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. അങ്ങനെ തെയ്യോ തിനന്തിന്നോ തെയ്യന്താരോ തിനന്തിന്നോ തെയ്യന്താര. അമൃത ചാനലിലെ ഈ റെഡ് കാർപ്പറ്റ് എന്ന ഈ പ്രോഗ്രാമിൽ എനിക്ക് ഈ ഒരു അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കൂടിയായിരിക്കും ഇത്. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം സൗഭാഗ്യ. അപ്പൊ സൗഭാഗ്യ, അതായത് നാടൻ പാട്ടുകളോടുള്ളൊരു ഇഷ്ടം 10 വർഷമായല്ലേ ഈ ഒരു നാടൻ പാട്ടായിട്ട് ഉള്ള ഒരു ജീവിതം. അപ്പൊ എങ്ങനെയാണ് നാടൻ പാട്ടുകളോടൊരു ഇഷ്ടം വന്നത്? അത് ഏതെങ്കിലും ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ചോ അതെയോ? ചെറുപ്പം മുതലേ ഞാൻ പാടുമായിരുന്നു. അച്ഛൻ നന്നായിട്ട് സിനിമ പാട്ടൊക്കെ പാടും, പിന്നെ ഹാർമോണിയൊക്കെ നന്നായിട്ട് സൂപ്പറായിട്ട് വായിക്കും. അച്ഛൻ്റെ അനിയന്മാര് പാടും. അപ്പോൾ എനിക്കും കഴിവ്. അങ്ങനെയാണ് നാടൻ പാട്ടിലേക്ക്. അതിൽ ഒരുപാട് അംഗീകാരങ്ങളും സൗഭാഗ്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച്. ഏതൊക്കെയായിരുന്നു? ബഹുജന കലാസാഹിത്യ അക്കാദമിയുടെ കലാരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം 2020. പിന്നെ ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് സ്റ്റേജിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ സൗഭാഗ്യ പാട്ട് മാത്രമല്ല കേട്ടോ ചേച്ചി, മിമിക്രി കൂടി കാണിക്കും. അങ്ങനെ ഒരു കഴിവും കൂടി ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ മിമിക്രിയില്. മുതൽക്ക് നമുക്കിത് ഇവിടെ തുടങ്ങാം. ഏത് പാട്ട് അല്ല ഏത് ആർട്ടിസ്റ്റിനാണ് ചെയ്യാ? ഞാൻ പേര് പറയണില്ല, ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പൊ എന്തായാലും ചേച്ചിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ആരാണെന്ന്. അതല്ലേ നല്ലത്? നമ്മൾ നേരെ പറയുമ്പോ ആണെന്നുള്ളൂ. ഞാൻ ചെയ്ത് കാണിക്കാം. കൊട്ടാരം മുഴുവനും പട്ടച്ചാറയും കൊണ്ടൊഴിച്ച് നശിപ്പിച്ചു. എടോ എന്തോ തള്ളിയൊടിക്കണ അവന്റെ കാല്. എന്റെ കാലല്ലടാ, അവന്റെ കാല് തള്ളിയൊടിക്കടാ. നമ്മൾ പറയണ്ടല്ലോ. മനസ്സിലായി. അടിപൊളി അടിപൊളി. ഇനി നമ്മുടെ സ്വന്തം കാവ്യ ചേച്ചിയുടെ സൗണ്ടാണ്. ഞാൻ കൊറേ നാളായിട്ടോ കാവ്യമാധവൻ. കുഴപ്പമില്ല, നോക്കാം. എന്നാലും ജസ്റ്റ് ചെയ്യാണ്. എന്താണ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തായാലും ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയാലും ചേച്ചീനെ കാണാൻ പറ്റിയാലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് കേട്ടാ. ഇനി ആരെങ്കിലും ഉണ്ടോ കയ്യിൽ? ഇനിയില്ല, ഇനി ഞാൻ വെറുപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു വേറെ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു എപ്പിസോഡിന് വിളിക്കുമ്പോൾ കുറെ കൂടി ലിസ്റ്റ് ഓഫ് ആൾക്കാരെ അന്ന് നമുക്ക് നാടൻ പാട്ടല്ല മിമിക്രി ആയിട്ടുള്ള സൗഭാഗ്യം നമുക്ക് കാണാം. ഓക്കെ, തീർച്ചയായിട്ടും. ഈട്ടമ്മയാണ് കേട്ടോ ചേച്ചി. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഒരേപോലെ കൊണ്ട് നടക്കുന്ന. പിന്നെ വീട്ടിലെല്ലാരും സപ്പോർട്ടാണ്. ചേട്ടന്റെ പേര് ശിവദാസൻ എന്നാണ്. ആൾക്ക് കേബിൾ ടിവിയുടെ വർക്കാണുള്ളത്. പിന്നെ ചേട്ടന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവര് വീട്ടുകാരൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്.